بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അവനെ സൃഷ്ടിച്ച രക്ഷിതാവായ സൃഷ്ടാവായ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ റബ്ബിൻ്റെ പ്രത്യേകതയും ബഹുമതിയും മനസ്സിലാക്കി അവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. അതിനാവശ്യമായ വിജ്ഞാനങ്ങൾ നേടുക, അതിനാവശ്യമായ ചുറ്റുപാടുകൾ അന്വേഷിച്ച് ജീവിക്കുക, അതിനാവശ്യമായ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം റബ്ബിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ആണാവട്ടെ പെണ്ണാവട്ടെ, അതിനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ചക്കെടുക്കാറുള്ള സബ്ജക്റ്റ് നിങ്ങൾക്കറിയാവുന്നതുപോലെ മദീനത്ത് വെച്ച് നാം ജുമാ നമസ്കാര ശേഷം നടത്തുന്ന ക്ലാസ്സുകളിൽ വർഷങ്ങളായി 10 വർഷങ്ങളിൽ കൂടുതലായി ഇവിടെ നാം ചർച്ച ചെയ്യാറുള്ളത് 3 മിമ്പറിൻ്റെ മീതെ നടക്കാറുള്ളതായ ഖുതുബകളെ കുറിച്ച് ആണ്. അതിൽ ഇന്ന് ഡോക്ടർ സഅദ് ഷറൈമ മക്കയിൽ ചർച്ചക്കെടുത്ത സബ്ജക്റ്റ് അൽ യഖീൻ എന്ന സബ്ജക്റ്റാണ്. അൽ യഖീൻ എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഓതിവെച്ചതായ ആയത്തിൻ്റെ സമാപനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ഈഖാൻ ഉണ്ടാവുക എന്നത്. ഈ തലക്കെട്ടിൽ തന്നെ ഇവിടെ ഈ സാധുവിന് കേസറ്റുകളുണ്ട്, അല്ലെങ്കിൽ CD-കളുണ്ട്, വിശദമായി സംസാരിച്ച ഭാഗങ്ങളുണ്ട്. എങ്കിലും ഇമാം ഉണർത്തിയതായ കാര്യമായതുകൊണ്ട് എൻ്റെ ശൈലിയിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും പുതുക്കി നമുക്ക് ചർച്ചക്കെടുക്കാം, മുദാക്കറ നടത്താം. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതായ ഖുതുബ ഇന്ന് സാന്ദർഭോചിതമായി മുസ്ലിം ലോക നേതാക്കളും രാഷ്ട്രങ്ങളും മുസ്ലിം ലോകം മൊത്തത്തിലും മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഐക്യം അനൈക്യം എന്നീ വിഷയത്തെക്കുറിച്ചായിരുന്നു നിങ്ങൾ നേരിട്ട് കേട്ടതുപോലെ. റിയാദിൽ ഇവിടുത്തെ ചീഫ് മുഫ്തി സംസാരിച്ചതായ സബ്ജക്റ്റ് അൽ ഹയ എന്നതാണ്, അഥവാ ലജ്ജ എന്നതാണ്. അത് മൂന്നും യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സാന്ദർഭോചിതമായി പറയേണ്ടി വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങളും നമുക്ക് ചർച്ചക്കെടുക്കാം. സഹോദര സഹോദരിമാരെ, ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമാവാൻ തസ്ദീഖ് എന്ന
ആ മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് യഖീനി എന്ന മേഖലയിലേക്ക് എത്തുക. യഖീനി എന്ന മേഖലയിലേക്ക് ഒരാൾ എത്തുക എന്നത് അനിവാര്യമാണ് തസ്ദീഖിന്. യഖീൻ ഇല്ലാതെ തസ്ദീഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തസ്ദീഖിലേക്ക് എത്താൻ സാധിക്കുകയില്ല. യഖീൻ ഇല്ലാതെ ഒരു കനേഷ്മാരി മുസ്ലിം എന്ന രൂപത്തിൽ മുസ്ലിമായി മരിച്ചാൽ മുസ്ലിമാവൂല. എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും മുസ്ലിമായി അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നതുകൊണ്ട് മുസ്ലിമാവുകയില്ല. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ വാക്കുകളിൽ പെട്ടതാണ്, ഒരു വ്യക്തി അവൻ മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അവന് ബുലൂഗായ ശേഷം സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് അവൻ ഈ മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടി എന്ന ഒരു വിശ്വാസം അവനിൽ വിട്ടുകടന്നിട്ടില്ലെങ്കിൽ അവൻ ഒരു ഒഴുകുന്ന ശൈലിയിലാണ് ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ മുസ്ലിം ആവുകയില്ല എന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. യഖീൻ ഉണ്ടാവുക എന്നത് ഓരോ മനുഷ്യനും ബോധ്യമുണ്ടായാൽ മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല. അതും മനസ്സിലാക്കണം. ബോധ്യമുണ്ടായി ആർക്ക്? ഫറോവക്ക്. ബോധ്യമുണ്ടായി ആർക്ക്? അബൂജഹലിന്. ബോധ്യമുണ്ടായി ആർക്ക്? ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായിട്ട് തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച ലക്ഷങ്ങൾ മില്യനുകൾക്ക് അവർക്ക് ബോധ്യമുണ്ടായിട്ടുണ്ട്. പക്ഷെ ബോധ്യമുണ്ടാവലോടുകൂടി അതിനോട് അനുബന്ധിച്ച് വരേണ്ടതാണ് യഖീനോട് കൂടി എന്ത്? അതിൻ്റെ കൂടെ അല്ലേ തസ്ദീഖ്. എന്ത് വേണം? തസ്ദീഖ് വേണം. അത് കെട്ടുറപ്പുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ തെളിക്കണം, നമ്മെ നയിക്കണം. ആ തസ്ദീഖ് മക്കക്കാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയി എന്ന എപ്പോഴും ഇവിടെ ഞാൻ ഉണർത്താറുള്ളത്. ഇന്ന് മക്ക ഇമാം ഡോക്ടർ ഷുറൈം ഉണർത്തിയത് കൊണ്ട് ഞാൻ മടക്കി പറയുന്നു. അദ്ദേഹം ഖുതുബയുടെ തുടക്കത്തിൽ തന്നെ ഉദാഹരണമായി പറഞ്ഞതായ ഭാഗമാണ് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ അവരെ കൊണ്ട് അള്ളാഹു നടത്തിയതായ സന്ദർഭം. അള്ളാഹ് പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല എന്ന ആ സംഭവം വിവരിച്ചതായ വേളയിൽ മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഈ വാക്ക് മക്കക്കാരോട് പറഞ്ഞപ്പോൾ അവർ പോയി അബൂബക്കറിനോട് പറഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് മനപ്പാടമുണ്ടല്ലോ, പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ്. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ അവർക്ക് യഖീനുണ്ടായാലും അവർക്ക് തസ്ദീഖ് ഉണ്ടായിട്ടില്ല. അവർക്ക് മുഹമ്മദ് കള്ളം പറയൂല, മുഹമ്മദ് സത്യമേ പറയുള്ളൂ എന്നവർക്കറിയാം. എന്നാലും അവർക്ക് തസ്ദീഖിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. തസ്ദീഖിലേക്ക് എത്തിയ ആളെയാണ് കാണാൻ പോയത്. അദ്ദേഹത്തിനോട് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂലിൽ നിന്നിട്ട് കേട്ടിട്ടില്ല. ആരത്? അബൂബക്കർ സിദ്ദീഖ്. റസൂലിൽ നിന്നിട്ട് വാക്ക് കേൾക്കുന്നതിന് മുമ്പാണ് അവർ പോയി അബൂബക്കറിനോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ടായത് എന്താണ് നാം കേട്ടത്? ആ പർവ്വതം പോലത്തതായ ആ കെട്ടുറപ്പുള്ള തസ്ദീഖിലേക്ക് എത്തിയതായ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ വാക്ക് അതെന്താണ്? ഇൻകാന ഖാല ദാലിക ഫഖദ് സദഖ. തീർന്നു. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ആര്? മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഇതാണ് തസ്ദീഖ് എന്ന് പറഞ്ഞാൽ. ആ കെട്ടുറപ്പുള്ള വിശ്വാസം യഖീന് തെളിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ്, യഖീന് നയിച്ചു കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് യഖീന് വരുമ്പോഴാണ് അവിടേക്ക് എത്തുക എന്നർത്ഥം. അവിടേക്ക് എത്തിയവരാണ് ആര്? നമുക്കറിയാവുന്നത്. അത് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് തന്നെ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സത്യവിശ്വാസികൾ ആരാണെന്ന് വിവരിച്ചപ്പോൾ ഖുർആന്റെ ശൈലിയിൽ തുടക്കം തന്നെ പ്രത്യേക സിഫത്തുകൾ അവിടെ പറഞ്ഞു. പ്രത്യേക കൽപ്പനകൾ അല്പം കഴിഞ്ഞ് പറയാൻ പോവുകയാണ്. പ്രത്യേക വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളും അല്പം കഴിഞ്ഞ് പറയാൻ പോവുകയാണ്. എവിടെയത്? സൂറത്തുൽ ബഖറയിൽ. അവിടെ എന്ത് പറഞ്ഞു? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാണ് ഈ ഖുർആൻ, ഈ ഗ്രന്ഥം. അല്ലദീന ആരാണ്? യുഅ്മിനൂന ബിൽ ഗൈബി. അദൃശ്യ സംഭവം, കാണാത്ത, കണ്ണുകൊണ്ട് കാണാത്ത പരലോകം, സ്വർഗം, നരകം, അള്ളാഹു, അതിന് ആദ്യമായിട്ട് അള്ളാഹു എല്ലാം അവരുടെ കണ്ണിൽപ്പെടാത്തതായ ഗൈബാണ്. ഗൈബ് കൊണ്ട് അവർ വിശ്വസിക്കുന്നു. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാ. അതിനാസ്പദമാക്കിയിട്ട്, ആ വിശ്വാസത്തിനാസ്പദമാക്കിയിട്ട് നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നു. വയുതൂന സക്കാ. الذين يؤمنون بالغيب ويقيمون الصلاة ويؤتون الزكاة. زكاة അവർ കൊടുക്കുന്നു. ومما رزقناهم ينفقون. അവർ നാം അവർക്ക് നൽകിയതിൽ നിന്നിട്ട് ചെലവഴിക്കുന്നു. പിന്നെ ആരാണ്? والذين يؤمنون بما أنزل إليك وما أنزل من قبلك. നിങ്ങൾക്ക് ഇറങ്ങിയ ഖുർആനിൽ അവർക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഞാൻ ഇറക്കിക്കൊടുത്തതായ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും അതുപോലെ സുഹഫിലും അവർക്ക് വിശ്വാസമുണ്ട്. وما أنزل من قبلك. പിന്നെ യോബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. അതാണ് യഖാൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. കെട്ടുറപ്പുള്ള യഖീനുള്ള വിശ്വാസം, കെട്ടുറപ്പുള്ള യഖീനുള്ള വിശ്വാസം ഒരാൾക്ക് വരൽ നേർക്ക് നേരെ കാണുമ്പോഴാണ്. അതുകൊണ്ട് നാം സാധാരണ ഹാജിമാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയാറുള്ള അള്ളാഹിൻ്റെ നിഅമത്തിനെ സ്മരിക്കാൻ വേണ്ടി പറയാറുള്ളതായ ചെറിയ സൂക്തത്തിൽ അള്ളാഹ് പറയുന്ന ശൈലിയുണ്ട്. എന്ത്?
ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, പിന്നെ നിങ്ങൾ അതിനെ യഖീനായ കണ്ണുകൊണ്ട് നിങ്ങളെ മുമ്പിൽ കാണുന്നതാണ്. ഫോട്ടോ അല്ല, നോവലല്ല, ഊഹാപോഹമല്ല, അസാത്തിറുൽ അവലീനല്ല. നിങ്ങളെ മുമ്പിൽ അത് ആളിപ്പാളിക്കത്തുന്ന നരകം, യഖീൻ ഉറപ്പ് വരുന്ന രംഗമാണത്, നരകത്തെ കാണുന്ന രംഗം. അപ്പോൾ നമ്മളോടുള്ള ചോദിക്കൽ എന്താണ്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അത് ഞാൻ സാധാരണ ആജിമാരോട് പറയാറുണ്ട്. നമുക്ക് അവരെക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ആജിമാർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പലരും ഒരു പ്രാവശ്യം മാത്രം അല്പ ദിവസങ്ങളിലേക്ക് ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നവരാണ്. എന്നിരിക്കുമ്പോൾ മാസങ്ങൾ, കൊല്ലങ്ങൾ, വർഷങ്ങൾ, ദശദശ വർഷങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ, മക്കയിൽ മദീനയിൽ കറങ്ങാൻ ചാൻസ് കിട്ടിയവർക്ക് അള്ളാഹ് നൽകി കൊടുക്കുന്ന നിഅമത്ത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തു തരുന്ന സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ച് നരകം നിങ്ങൾ കാണുന്ന വേളയിൽ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കെട്ടുറപ്പുള്ള വിശ്വാസം വന്ന് വരും. പണ്ടൊക്കെ വരാൻ പോകുമ്പോൾ നോക്കാം, അത് വന്നാൽ വന്നില്ലെങ്കിലില്ല, അള്ളാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്, ബൈ ചാൻസിൽ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ദുനിയാവിൽ നിന്നിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് നരകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഉണർത്തുന്നത്. അപ്രകാരം തന്നെ ഇന്ത്യ മക്ക ഇമാമ് ഉണർത്തിയതായ ആ യഖീൻ എന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിച്ച ശൈലിയാണ് ഖുർആനിൽ വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവരിൽ ബനൂ ഇസ്രായേലികളിൽ നാം നേതാക്കളെ വാർത്തെടുത്തു. ജനങ്ങളെ സന്മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നവരെ വാർത്തെടുത്തു. നീണ്ട കാലം ജീവിച്ചവരാണല്ലോ ബനൂ ഇസ്രായേൽ. മൂസയുടെ നാട്ടുകാർ, മൂസയുടെ ഖൗമ്, അവര് എത്രയോ നല്ല 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 മനുഷ്യന്മാർ അവരിലുണ്ടായി. എത്രയോ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാവൻസഭ അവരിലുണ്ടായി, മഹാജനാവലി അവരിൽ ഉണ്ടായി. അവരിൽപ്പെട്ട ആ മഹാ നേതാക്കൾ എങ്ങനെയാണ് നേതാക്കളായത്? അള്ളാഹ് പറയുന്നു വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് തൗറാത്തിലൂടെ നാം അവർക്ക് ഇറക്കിയ ഗ്രന്ഥത്തിലൂടെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതായ ഇമാമുകളെ നാം ഉണ്ടാക്കി, നേതാക്കളെ നാം വാർത്തെടുത്തു, പ്രബോധകന്മാരെ നാം വാർത്തെടുത്തു. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ദൃഷ്ടാന്തത്തിൽ അവർക്ക് യഖീനുണ്ടായി എന്നതാണ്. നമ്മുടെ ദൃഷ്ടാന്തത്തിൽ അവർക്ക് യഖീനുണ്ടായി എന്നതാണ്. അതുകൊണ്ട് യഖീനുണ്ടായാൽ പിന്നെ വരും പോലെ വരട്ടെ, ഏറ് കൊള്ളട്ടെ, അടി കൊള്ളട്ടെ, ഇടി കൊള്ളട്ടെ, നാട് കടത്തപ്പെടട്ടെ, ബഹിഷ്കരിക്കപ്പെടട്ടെ, കൊല്ലപ്പെടട്ടെ, ഛിന്നമായി എൻ്റെ ശരീരം തൊണ്ട് തൊണ്ടായി വലിച്ചെറിഞ്ഞാലും വിരോധമില്ല, ഞാൻ പറയുന്നത് പറയും, എനിക്കതിൽ യഖീനുണ്ടായി എന്ന ആ രംഗത്തിലേക്ക് അവരെത്തിയത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നാം അടുത്ത് പറഞ്ഞ ഫറോവയുടെ ചരിത്രത്തിൽ അല്പസമയം കൊണ്ട് പെട്ടെന്ന് യഖീനുണ്ടാകുന്നു. കാണും പോലെ ഫാൽത്ത എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആക്ഷേപാർഹമായ രൂപത്തിൽ ഒരു വിലയും വെക്കാതെ, ഒരു നിലയും വെക്കാതെ ആ മഹാപരാക്രമിയായ രാജാവിനെ കണ്ട് ഞെട്ടിയ മനുഷ്യന്മാർ അല്പസമയം അവരുടെ ഹൃദയത്തിലേക്ക് യഖീൻ കയറിയപ്പോൾ, അവർക്ക് വിശ്വാസം ഉറപ്പും കയറിയപ്പോൾ ആള് മാറി, സംസാര ശൈലി മാറി. അവർക്ക് മെതിച്ചു കിട്ടണം, കൊല്ലും പോലെ കൊന്നു, ഇങ്ങനെ കൊന്നാലും വിരോധമില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി വേണം എന്ന വാക്കിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. അല്പ ടൈമിലൂടെ, അല്പ നിമിഷത്തിലൂടെ മാത്രം. അങ്ങനെയാണ് ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാവൽ. അങ്ങനെയാണ് നാമും ചേഞ്ച് ആകുമ്പോൾ നമ്മളിൽ പരിവർത്തനം ഉണ്ടാവേണ്ടത്. നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തണം, സ്വയംസ്കാരത്തിന് പ്രത്യേകം എത്തണം. ആരെന്ത് പറഞ്ഞാലും ഇത് അനിസ്ലാമിക ശൈലിയിലൂടെയുള്ളതായ ആ സമ്പാദ്യം വേണ്ട, കഫീലിനെ കക്കല് വേണ്ട, പാട്ടറ വഞ്ചിക്കല് വേണ്ട, പരസ്പരം അങ്ങും ഇങ്ങും തട്ടിപ്പ് വെട്ടിപ്പ് വേണ്ട. നമുക്ക് യഖീൻ വന്നു കഴിഞ്ഞു, ഈ കാര്യങ്ങൾ പരലോകത്തിൽ ചോദിക്കപ്പെടും. എന്നുള്ള പറഞ്ഞതുപോലെ തന്നെ അവിടെ നിർത്തൂ മലക്കുകളെ, അവരെ ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് യഖീൻ. യഖീൻ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമസ്കാരത്തിൽ ഖുശൂഅ് കയറാത്തത്. യഖീൻ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന മറക്കുന്നത്. യഖീനില്ല. എന്താ യഖീന്? ഈ കടത്തം മരണമാവാൻ സാധ്യതയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്.
മരണമാണ് രണ്ട് മരണം. ഒന്ന് ഉറക്കം മരണം, രണ്ടാമത്തെ മരണം. ഞാൻ ചിലരെ ഉറങ്ങാനുള്ള ചാൻസ് നൽകി കഴിഞ്ഞാൽ ആദ്യത്തെ മരണം. ഞാനൊരു പക്ഷെ ഉണർത്തും, അല്ലെങ്കിൽ ഉണർത്തൂല. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നുറപ്പുണ്ടായിരിക്കവേ എങ്ങനെ അത്ര ധൈര്യസമേതം തൗബ ചെയ്യാതെ, പാശ്ചാത്തപിക്കാതെ, വസിയത്ത് എഴുതാതെ, ഒരുങ്ങാതെ, തയ്യാറെടുക്കാതെ ഉറങ്ങാൻ നിനക്ക് ധൈര്യം തോന്നുക? അവിടെയൊക്കെ നാം ഈ ക്ലാസ് കേട്ട് പോയാൽ പോരല്ലോ. ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ട, ഒരു താരതമ്യേന പഠനം നടത്തി നമുക്ക് റിസൾട്ടിലേക്ക് എത്തേണ്ട മേഖലകളുണ്ട്, വകുപ്പുകളുണ്ട്. അവിടെയാണ് നാം പരാജയപ്പെടുക. അവിടെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഓർമ്മ പുതുക്കാനാണ് കൂട്ടരെ ഇവിടെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ, ഇവിടെ പ്രബോധകന്മാർ, ഇവിടെ എഴുത്തുകാർ, ഇവിടെ CD, അതുപോലെ മറ്റു മാധ്യമങ്ങൾ അള്ളാഹ് നമുക്ക് നിരത്തി വെച്ചിട്ടുള്ളത്. യഖീനുറപ്പിലേക്ക്, ആ കെട്ടുറപ്പുള്ള വിശ്വാസത്തിലേക്ക് എത്താത്തവരെ ശക്ക് ഒഴിവാക്കി, അവകളോട് പിന്മാറി, അവകളോട് വിടവാങ്ങി യഖീനിലേക്ക് കുതിക്കാൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹം. അത് ഉപയോഗപ്പെടുത്തണം എന്നതാണ് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്ഥലത്തില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സുൻഹി എന്ന സ്ഥലത്തിൽ നിന്നിട്ട് എത്തുന്നു. അതിനു മുമ്പായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? മഹാനായ റസൂലിനോടുള്ളതായ അങ്ങേയറ്റത്തെ മഹബത്തിന്റെ കടുപ്പം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളതായ ആ സ്നേഹബന്ധത്തിന്റെ കടുപ്പം കാരണത്താൽ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഈമാനിന്റെ കട്ടി കാരണത്താൽ ചിലപ്പോൾ അവിടെ എന്ത് സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്? യഖീൻ വരുന്നതിൽ കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനവും മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ സ്ഥാനവും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയും, അതുപോലെ തന്നെ അവരെ എത്രമാത്രം റസൂലിനെ സ്നേഹിച്ചിരുന്നു എന്നത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയും ആയിരിക്കും റബ്ബ് അങ്ങനെ ചെയ്തത്. ഉമർ പ്രഖ്യാപിച്ചു, ഇത് മൂസ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ റസൂല് പോയതായിരിക്കും. റസൂൽ മരിച്ചു എന്നത് വിശ്വസിക്കാൻ പറ്റൂല. ആരെങ്കിലും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ വാളിനിരയാക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നടന്നു. അതെ, കാരണം ആ സമയത്ത് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ യഖീന് കയറിയിട്ടില്ല. പക്ഷേ യഖീന് കയറിയതായ അപർവ്വതം മഹാനായ മെലിഞ്ഞൊട്ടിയ അബൂബക്കർ സിദ്ദീഖ് സുനഹയിൽ നിന്നിട്ട് വരുന്നു വാർത്ത കേട്ടിട്ട്. അവരവിടെ ഇല്ല മരിച്ച സമയത്ത്. ഉടനെ തന്നെ ഉമർ ഇങ്ങനെ പറയുന്ന പറച്ചിൽ കാണുന്നു. അവിടെയുള്ളതായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച യഖീനിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് തടസ്സമുള്ള പരിവർത്തനങ്ങൾ കാണുന്നു. പറഞ്ഞു നോക്കി ഉമറെ ഇരിക്കൂ എന്ന് കൂട്ടാക്കിയില്ല. മഹാനായ ഉമർ അബൂബക്കർ കടന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് വീട്ടുകൂടിയതായ അറയിലേക്ക്, അവിടെയുള്ള കട്ടിലിലാണ് അല്ലാഹുവിന്റെ ദൂതർ യമൻ വസ്ത്രവുമായിട്ട് മൂടപ്പെട്ട് കിടക്കുന്നത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പരിശുദ്ധ ആ ജനാസയിലേക്ക് ചെന്നു. അവരുടെ മുഖം തുറന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൂക്കിലേക്കും നെഞ്ചത്തേക്കൊക്കെ കാത് വെച്ചു, കൈവച്ചു, ഉറപ്പാക്കി മരണപ്പെട്ടു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം നോക്കിയുകൊണ്ട് അബൂബക്കർ പ്രഖ്യാപിച്ചു, തിബ്ത ഹയ്യൻ വമൈത, ഒരാൾക്ക് ഒരു മരണമാണുള്ളത്. ഫഖദ് മുത്ത, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ മരണം ദൂതരെ, നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും പരിശുദ്ധം തന്നെയാണ് ദൂതരെ എന്നവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്നു. യഖീനും കെട്ടുറപ്പുമുള്ള മക്ക കാഫിരീങ്ങൾക്ക് ഒരു നിലക്കും ചേഞ്ച് വരുത്താൻ പറ്റാത്ത ആളാണെന്ന് നാം അല്പം മുമ്പ് കേട്ടതായ ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അവിടെ ചെല്ലുന്നു. എന്നിട്ട് പരിഹാര മാർഗം യഖീൻ ഉറപ്പ് വരാൻ മുസ്ലിങ്ങൾക്ക് ഖുർആനാണ്, ഖുർആൻ ഓർമ്മിപ്പിച്ചു കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കിയതായ അബൂബക്കർ ഉമറിനോട് പിന്നെ സംസാരിക്കാൻ നിന്നില്ല. ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന ആയത്ത് ഓതുന്നതിന് മുമ്പ് അവരൊരു മുഖവര നൽകി. മൻ കാന യഅബുദു മുഹമ്മദ, ആരെങ്കിലും മുഹമ്മദിനെയാണ്. ഇവിടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തുല്യത ഉള്ളത് കൊണ്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഒരു ഭരണാധിപൻ സ്ഥാനഭ്രഷ്ടനാവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്ത് പുനൊരു ഭരണാധിപൻ കയറിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പാർലമെൻറ്റിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ എവിടെയാണ് സംസാരിക്കുന്ന വാക്കുകൾക്ക് എത്ര
പ്രാധാന്യം ഉണ്ടാകുമെന്നത് പറയേണ്ടതില്ലല്ലോ. ആ കാര്യമൊന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അത് തുല്യത ഉള്ളത് കൊണ്ടല്ല, കാരണം ഇത് മതമാണ്, അത് ദുനിയാവാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് ഉൾക്കൊണ്ടതായ ആ തത്വം അതെന്താണ്? ലോകത്ത് എന്ത് ചെയ്യുകയാണെങ്കിൽ, ഭരണകൂടം നടത്താൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങളെ അവരുടെ ഇടയിൽ സുരക്ഷിതത്വമുള്ളതായ ഭരണകൂടം ഉണ്ടാവേണമെങ്കിൽ എന്ത് വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ലോകത്ത് ആര് നടക്കുന്നതായ വിപ്ലവങ്ങൾക്ക് അറിഞ്ഞു വരുത്താൻ തീരുമാനിച്ചാൽ, ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ, മദീന ഇമാം എന്ന് ഉണർത്തിയതുപോലെ, ഏത് നിലക്കും ഒരു മുസ്ലിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും വിജയം കൈവരുത്താൻ വേണ്ടത് എന്താണ്? അവർക്ക് ആദർശം ക്ലിയർ ആക്കി കൊടുക്കലാണ് എന്നത് ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിക്കാനും അഥവാ യഖീൻ ഉറപ്പിലേക്ക് എത്താനും അവിടെ നിന്ന് മഹാനായ അബൂബക്കർ പറയുന്നു, മൻ കാന യഅബുദു മുഹമ്മദ, ആരെങ്കിലും മുഹമ്മദ് ആരാധ്യ വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, ഇദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഇരിക്കുകയാണ്. വഫാത്താകുന്ന ആൾ എന്താവൂല? ദൈവമാവാൻ പറ്റൂല. ഇബ്രാഹിം പറഞ്ഞില്ലേ, സൂര്യൻ നല്ല ദൈവമാവാൻ പറ്റുമോ? പറ്റുമെന്ന് എനിക്ക് തോന്നാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അസ്തമിച്ച് പറ്റൂലല്ലോ, പോകുന്ന ആളെങ്ങനെ ദൈവ? അതുപോലെ തന്നെ ഫലക്കിന്, അതുപോലെ തന്നെ ചന്ദ്രന്, എല്ലാറ്റിനോടും എന്ത് പറഞ്ഞു അവസാനം? നിങ്ങളൊന്നും എന്ത് ആവാൻ പറ്റൂല? പോകുന്ന ആള് ദൈവമാവാൻ പറ്റൂല, മരിക്കുന്ന ആള് ദൈവമാവാൻ പറ്റൂല, നീങ്ങിപ്പോകുന്ന ആൾ അഥവാ ശേഷി കെട്ടവൻ. അതുകൊണ്ടാണല്ലോ ഈസാ നബിയെ കുറിച്ച്, മറിയമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കാനാ യകുലാനി തആം, രണ്ടുപേരും അല്ലയോ ലോക ക്രിസ്ത്യാനികളെ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അള്ളാഹ് അശ്ലീലം പറയില്ലല്ലോ, അള്ളാഹ് താണവാക്ക് പറയില്ലല്ലോ. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്. കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനു പൂജിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ അതല്ല അള്ളാഹ് പറഞ്ഞത്. പിന്നെയോ കാനാ യകുലാനി തആം, ഈസ ഭക്ഷണം കഴിച്ചിരുന്നു, മറിയം ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? കാഷ്ടിക്കേണ്ടി വരും. അതാണ് ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ വീഴ്ച എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു ശക്തിയിൽ, ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അവരെ പിന്നെ പൂജിക്കാൻ പറ്റൂല, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, അവരോട് പ്രശ്നപരിഹാരത്തിന് ചോദിക്കാൻ പറ്റൂല, അവർക്ക് നേർച്ചയാക്കാൻ പറ്റൂല, അവർക്ക് അറക്കാൻ പറ്റൂല. അവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്ന, അവർ വൻ ശക്തിയിലേക്ക് ആശ്രയിക്കുന്ന ആളാണ് എന്നർത്ഥം. അത് ആ തത്വം ലോകത്തിന് പഠിപ്പിക്കാനായിട്ട് ആദ്യം പറഞ്ഞതായ പദം എന്താണ്? മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ, ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നതെങ്കിൽ, അല്ലാഹ് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നവൻ മരിക്കുക തന്നെ ഇല്ല. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമറിനെ ഇരുത്തുന്ന ആയത്ത്. ഉമർ മറന്നുപോയതാണ്. സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. പലപ്പോഴും നമുക്ക് ഭാര്യ മരിച്ചു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ, നമ്മുടെ പരിസരത്തുള്ള പലതും നാം മറക്കും. അത് മനുഷ്യ സഹജമാണ്, അതിൽ അത്ഭുതമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടക്കം പാഠം പഠിപ്പിക്കുന്ന ആയത്തോതി എന്തോ മാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതരാണ്. ഖദ് ഖലത് മിർ ഖബ്ലിഹി റുസുൽ, അവർക്ക് മുമ്പ് വന്നു പോയ നബിമാരെല്ലാം വിട്ടുകഴിഞ്ഞു, അവരെല്ലാം മരിച്ചിട്ടുണ്ട് എന്ന് പറയും പോലെ അവരെല്ലാം ഇവിടെ വന്ന് മരിച്ചു പോയവരാണ് എന്നതുപോലെ മുഹമ്മദും മരിക്കേണ്ടവരാണ്. ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തൗ ഖുതിലൻ ഖലബ്തും അലാ അഖാബികും. ഇത് ഇറങ്ങിയത് നിങ്ങൾ കാണുന്ന ഉഹദ് പുറക്കുളത്തിന്റെ മുമ്പിൽ അവിടെ നബി മരിച്ചു എന്ന കിംവദന്തി നടന്ന സന്ദർഭത്തിലാണ്. അഫഇമ്മാ തൗ ഖുതില, നബി മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ, അതുകൊണ്ടാണ് ആ ശൈലി കേട്ടോ. അവിടെ കിംവദന്തി ഉണ്ടായി. എന്ത്? നബി എൻ്റെ കൂടെ തന്നെ അല്ലേ? നബി കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തി നടന്നു. അതായത് കള്ളപ്രചരണം നടന്നു. അപ്പോൾ അതും തിരുത്തൽ അതിലുണ്ട് എന്നല്ലാതെ അള്ളാഹ് അറിയാത്തതുകൊണ്ടല്ല നബി മരിക്കും, നബി കൊല്ലപ്പെടൂല. അടിവരയിടണം. അപ്പോൾ എന്താണ് ആ ശൈലി? അഫഇമ്മാത, അവർ മരിച്ചാലും ഔഖുതില, കൊല്ലപ്പെട്ടാലും, ഇൻഖലബ്തും അലാ അഖാബികും, നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത്? നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ വേണ്ടത്? അല്ല, റസൂൽ കൊണ്ടുവന്നതായ ആ തത്വം നിലനിർത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ വിജയ പതാക പൊക്കിപ്പിടിക്കാൻ വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങുകയാണോ വേണ്ടത്?
ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവനെ തന്നെ കുറ്റം പറയട്ടെ, അള്ളാഹ്ക്കൊരു ദോഷമില്ലാതിൽ അള്ളാഹിനെ മതത്തിന് കോട്ടം തട്ടൂല എന്ന ആ ശൈലിയുള്ള ആയത്ത് ഓതിയപ്പോൾ പിന്നെ ഉമർ പറഞ്ഞു, അങ്ങനെയുള്ള ഒരായത്ത് ഖുർആനിലുണ്ട് എന്നത് അപ്പോൾ എനിക്ക് ഇറങ്ങിയതുപോലെ തോന്നിയതുപോലെ എന്ന് മറന്നുപോയിരുന്നു. ആ മഹാവ്യക്തിത്വത്തിന് അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ ഉറപ്പ് വന്നു. അപ്പോൾ യഖീൻ ഉറപ്പിലേക്ക് ഉമറുൽ ഖത്താബ് താൽക്കാലികമായിട്ട് അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ എത്തിച്ചതായ ആ രംഗം അത് ആയത്താണ്, അത് ഖുർആനാണ്, അത് റസൂല് കൊണ്ടുവന്ന തത്വമാണ്. ആ തത്വം നമ്മുടെ മുമ്പിലുണ്ട്. ആ തത്വത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നാം യഖീൻ ഉറപ്പില്ലാത്ത, കെട്ടുറപ്പില്ലാത്ത, വിശ്വാസമില്ലാതെ നാം എങ്ങനെ നമസ്കാര സമയത്ത് ഉറങ്ങിക്കിടക്കുന്നു, നാം എങ്ങനെ പലിശ ബാങ്കിൽ ക്യൂ നിൽക്കുന്നു, നാം എങ്ങനെ തട്ടിപ്പ് വെട്ടിന് കൂട്ടു നിൽക്കുന്നു, നാം എങ്ങനെ കുട്ടികളെ ആ യഖീനിലേക്ക് തെളിക്കാതെ തോന്നിവാസികളായി ജീവിക്കാനുള്ള ചുറ്റുപാടുകളും യന്ത്രങ്ങളും വാങ്ങിക്കൊടുക്കുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ, നമ്മുടെ കുട്ടികളെയും രക്ഷിക്കട്ടെ. സഹോദര സഹോദരിമാരെ, അപ്പോൾ മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ യഖീൻ എന്നതായ സബ്ജക്റ്റ് നാം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അതിൻ്റെ പരിസരത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതായ ഭാഗങ്ങളായിരിക്കണം നാം നമ്മുടെ ഓർമ്മയിൽ കൂടി വിട്ടുകിടത്തേണ്ടത്, നമുക്ക് അതിലൂടെ പ്രയോജനം കിട്ടാൻ എന്നതുകൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ, അല്പം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ യഖീൻ ഉറപ്പുള്ളതായ, കെട്ടുറപ്പുള്ളതായ ആ വിശ്വാസത്തിൻ്റെ റിസൾട്ടിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ഒരു വിഭാഗം ഷക്കിൽപ്പെട്ട അബൂ സുഫിയാനോട് ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞതുപോലെ, കേൾക്കാൻ പോകുന്നത് പോലെ, ഈ ബശാശത്തുൽ ഖുലൂബ്, ഈമാനിൻ്റെ ബശാശത്ത് ഖുലൂബിലേക്ക് കടന്നാൽ ആൾക്ക് യഖീൻ ഉറപ്പുണ്ടാകുന്നു. പിന്നെ എന്താവൂല? മുർത്തദാവൂല. പിന്നെന്താവൂല? അപ്പോൾ ആരെങ്കിലും മൂന്നോക്തുകാരനായിട്ട് ഒരു ഭാഗത്ത് പോയി, അല്ലെങ്കിൽ ബുദ്ധിപൂജകനായിട്ട് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞു, ഇസ്ലാമിൽ അടിസ്ഥാനപരമായ തത്വങ്ങളെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാമിൽ നിന്നിട്ട് ഗെറ്റ് ഔട്ടായി. എന്താ കാരണം? മുമ്പേ യഖീനില്ല, മുമ്പേ യക്കിശക്കിലാണ് മൂപ്പർ ജീവിക്കുന്നത്. മുമ്പേ യഖീനുണ്ടെങ്കിൽ, യക്കിശക്കില്ലെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, അവൻ ഉൾക്കൊള്ളുന്ന ആദർശം സത്യമാണ് എന്ന ഉറപ്പിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ആരെക്കൊണ്ടും അത് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതേ അല്ല. അതുകൊണ്ടാണ് മരിച്ചവർ മരിച്ചത്, അതുകൊണ്ടാണ് കരൾ കൊടുത്തവർ കരൾ കൊടുത്തത്, അതുകൊണ്ടാണ് കഴുത്ത് കൊടുത്തവർ കഴുത്ത് കൊടുത്തത്. കാരണം അവരെത്തിയതായ ആദർശം ക്ലിയറാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഉമറുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ മുർത്തദ്ദുകളായി പോയപ്പോൾ മുമ്പ് തന്നെ ഇസ്ലാമിൽ കെട്ടുറപ്പുള്ള വിശ്വാസമില്ലാത്തത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, ആരെങ്കിലും നമസ്കാരത്തിനെയും സക്കാത്തിനെയും വേർതിരിച്ചാൽ ഞാൻ അവനെ വെട്ടിക്കൊല്ലും. മനസ്സിലായോ? നമസ്കാരം നിർബന്ധമാണ് എന്നതുപോലെ, നമസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടായി പോകും എന്നതുപോലെ, സക്കാത്ത് നിർബന്ധമാണ്, അത് കൊടുത്തില്ലെങ്കിൽ, അത് നിഷേധിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റൗട്ടാവുമെന്ന് അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവനെ ഞാൻ കഥ കഴിക്കും, അതിൻ്റെ പേരിൽ ഞാൻ പോരാടും, യുദ്ധം ചെയ്യും. യഖീനിലേക്ക് എത്തിയതായ അബൂബക്കറിന്റെ നിഗമനം മഹാനായ ഉമറുൽ ഖത്താബ് വെച്ചു, അംഗീകരിച്ചു. അങ്ങനെ ഉമറുൽ ഖത്താബിന്റെ സപ്പോർട്ട് കൂടി എന്ത് നടന്നു? എന്ത് യുദ്ധം? റിദ്ദത്ത് യുദ്ധം. എന്ത് യുദ്ധമാണ്? റിദ്ദത്ത് യുദ്ധം. ചരിത്രം പഠിക്കണം. ഇമാം ഇന്ന് മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ സംസാരിക്കുമ്പോൾ എല്ലാ ശൈലിയും എല്ലാ കാര്യങ്ങളും പരത്തി പറയാൻ പറ്റില്ലല്ലോ. അയാൾ പറഞ്ഞു, മുസ്ലിങ്ങളെ ഐക്യത്തോടു കൂടി ജീവിക്കണം. സലാഹുദ്ദീൻ അയ്യൂബി പണ്ട് നിങ്ങളിരിക്കുന്നതായ, നിങ്ങളിപ്പോൾ പ്രശ്നമാക്കി മാറ്റിയതായ നാടാകുന്ന അതേ സിറിയ, അതേ ഷാമിനെ, അതേ ഈജിപ്തിനെ എല്ലാം ഐക്യത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ കീഴിൽ, ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അംഗീകരിച്ചപ്പോൾ അള്ളാഹ്ക്ക് പ്രീതി ഉണ്ടായി. അള്ളാഹ് നമുക്ക് ബൈത്തുൽ മഖ്ദിസ് മടക്കി തന്നു. ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അതേ കുടുംബക്കാരനായ നൂറുദ്ദീൻ സിങ്കി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മൗസിലിനെയും അപ്രകാരം ഹലബിനെയും എന്ത് ചെയ്തു? ഏകീകരിപ്പിച്ചു, ഐക്യമുണ്ടാക്കിയപ്പോൾ അവർക്ക് വിജയം നേടിയെടുക്കാൻ, കൈവരുത്താൻ സാധിച്ചു. ഇത് നമുക്ക് പാഠമാണ്. അതുകൊണ്ട് ഐക്യമുണ്ടാക്കേണ്ടതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, ചെറിയ ചെറിയ വിഷയത്തിലൂടെ നിങ്ങൾ ഭിന്നിച്ച് ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നുള്ള
പഠിപ്പിച്ച കൽപ്പനത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഭൗതികമായ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല, വിജയം കൈവരുത്താൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് കക്ഷിത്വം ഒഴിവാക്കണം, ഹിസ്ബിയത്ത് ഒഴിവാക്കണം. എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം. നിങ്ങളുടേതല്ലേ അത്? നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതല്ലേ അത്? നിങ്ങളുടെ നേതാവ് പഠിപ്പിച്ചതല്ലേ അത്? എന്ന ശരികളല്ലേ എല്ലാം ഇന്ന് ഷെയ്ഖ് ഹുസൈൻ, ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് എന്ത് ചെയ്തു? ഇന്നത്തെ ഖുതുബയിൽ വിവരിച്ചു. സഹോദര സഹോദരിമാരെ, എന്നാൽ യഖീൻ എന്ന വിഷയത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് മടങ്ങാം. ഷാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തയച്ചു. ഷാമിലേക്ക് അയക്കാൻ കാരണം റോമൻ ചക്രവർത്തി കീഴടക്കുന്ന നാട്ടിൽപ്പെട്ടതാണ് ആ നാട്. ആ സന്ദർഭത്തിൽ അവരവിടെയുണ്ട്. ആര്? ഹിറക്കൽ ചക്രവർത്തി എവിടെയുണ്ട്? ഷാമിലുണ്ട്. ഷാമിലുള്ള സന്ദർഭത്തിലാണ് ഇവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രതിനിധി അവിടേക്ക് ചെല്ലുന്നത്. ആ എഴുത്ത് ബുഖാരിയിൽ 7-ാം നമ്പർ ഹദീസാണ്. വളരെ എളുപ്പത്തിൽ കിട്ടാൻ പറ്റുന്നതാണ് അർത്ഥം. പരിഭാഷയ്ക്ക് ഉണ്ടല്ലോ ഇപ്പോൾ ബുഖാരിയുടെ പരിഭാഷ ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നല്ലവർ എഴുതിയതുണ്ടോ ഇല്ലേ നിങ്ങൾക്കറിയാം, എനിക്കറിയുകയില്ല. മുസ്ലിമിൻ്റെ വിശദീകരണം മലയാളത്തിൽ കാണാൻ സാധിച്ചു. ഏതായാലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നതായ ഹദീസാണ്. അതിൽ നീണ്ട കഥ, ആ സംഭവം, ഹദീസ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിലുള്ളതായ സ്വർഗത്തോപ്പിനെ ആധാരമാക്കിക്കൊണ്ട് കുറിച്ചതാണ്. അന്നുള്ളതായ മഹാരാജാക്കന്മാർ, ബഹ്റൈൻ രാജാവ്, അപ്രകാരം തന്നെ ഈജിപ്റ്റ് രാജാവ്, അപ്രകാരം തന്നെ റോമൻ ചക്രവർത്തി, ഇവർക്കെല്ലാം അതുപോലെ തന്നെ പേർഷ്യ ചക്രവർത്തി, അവർക്കെല്ലാം റസൂലുള്ളാഹി എഴുത്തയച്ചു. മിക്ക എഴുത്തുകളുടെയും ശൈലി ഒന്ന് തന്നെയാണ്. ആ എഴുത്തുകളുടെ ഒറിജിനൽ കോപ്പി തന്നെ ഇന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മുഖോഖിസ് രാജാവിന് അയച്ചതായ കോപ്പി, എഴുത്തിൻ്റെ കോപ്പി ഇന്നും ഈജിപ്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. മുടിയെക്കുറിച്ച് നാം പറയാറുള്ളത് പോലെ, മുടിയെക്കുറിച്ച് പറയാറുള്ളത് പോലെ ഉണ്ടായിരിക്കട്ടെ, ഇല്ലാതിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ വിശ്വാസയോഗ്യവന്മാരായ പർവ്വതം പോലോത്തതായ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായ മഹാത്മാക്കളായ സഹാബാക്കൾ, താബിഈങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സഹീഹുൽ ബുഖാരിയിൽ 7-ാം നമ്പർ ഹദീസിലുണ്ട്. അതിൽ റസൂലുള്ളാഹിന്റെ ശൈലിയാണ് അസ്ലിം തസ്ലം. നീ മുസ്ലിം ആവുക, നിനക്ക് രക്ഷപ്പെടാം. ആരോടാണ് സംസാരിക്കുന്നത്? അന്ന് ഭൂമിയെ 2-3 ഓഹരി വെച്ച് ഭരിക്കുന്ന ചക്രവർത്തിയോട്, മഹാരാജാവിനോട്. മനസ്സിലായില്ലേ? ഹിറക്കൽ എന്നാണ് പറയപ്പെടുക. നിങ്ങൾ കേട്ടിട്ടില്ലേ പണ്ടൊക്കെ പാട്ടിലൊക്കെ കിസ്രയും കൈസറൊക്കെ? മനസ്സിലായില്ലേ? അതെ. അങ്ങനെ യുതികല്ലാഹു അജ്റക മറത്തൈൻ, നിനക്ക് ഡബിൾ പ്രതിഫലം റബ്ബുൽ ഇസ്സത്ത് നൽകും നീ നന്നായാൽ. എന്തുകൊണ്ട്? ഫൈൻ തവല്ലൈത, നീ കൂട്ടാക്കിയില്ലെങ്കിൽ, നീ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ, നീ എൻ്റെ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ, ഫൈന്ന അലൈക ഇസ്മൽ അരീസിയീൻ, നിനക്ക് നിന്റെ പ്രജകളുടെ കുറ്റം പേറേണ്ടി വരും. പ്രജകൾ തെറ്റാൻ കാരണം നീ ആയതുകൊണ്ട് നീ അതും പേറേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സാധാരണ അഹ്ലി കിതാബികളോട് അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നാം യോജിക്കുന്ന, ഏകീകരിക്കുന്ന, നിങ്ങൾക്കറിഞ്ഞ ഗ്രന്ഥത്തിലുള്ളതുപോലെ ഞങ്ങൾക്കറിഞ്ഞ ഗ്രന്ഥത്തിലുമുള്ളതായ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ, അഹ്ലി കിതാബികളെ നിങ്ങൾ മടങ്ങൂ എന്ന ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ചക്രവർത്തി ഈ എഴുത്ത് കിട്ടിയ ഉടനെ തന്നെ അവിടെയുള്ളതായ അറബികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അഥവാ ജസീറയിൽ താമസിക്കുന്ന ഈ നാട്ടുകാർ വല്ലവരുമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ അവരെ വരപ്പെട്ടത് വലിയ പേരെടുത്ത, അന്ന് തന്നെ അറബിയിൽ പേരെടുത്ത അബൂ സുഫിയാൻ. ചരക്ക് കൊണ്ടുപോകുന്നതിലും നിങ്ങൾക്ക് ബദർ യുദ്ധത്തെക്കുറിച്ചൊക്കെ അറിയാം. ആരാണ് ഇവിടെ നിന്ന് ഖുറൈശികളുടെ ചരക്കുമായിട്ട് പോകാറുള്ളത്? സാധാരണ അബൂ സുഫിയാനാണ്. ആ അബൂ സുഫിയാനെ അവിടെ കണ്ടെത്തി. അങ്ങനെ അബൂ സുഫിയാനെ കൊണ്ടുവന്നു. മുആവിയയുടെ വാപ്പയാണ് അബൂ സുഫിയാൻ, നിങ്ങൾക്കറിയാം. നമ്മുടെ നേതാവാണ് അബൂ സുഫിയാൻ എന്നതും നിങ്ങൾക്കറിയാം. ഈ സന്ദർഭത്തിൽ, അഥവാ ഞാൻ ചർച്ച ചെയ്യുന്നതായ ഈ ഹദീസിൽ അദ്ദേഹം കാഫറായ സന്ദർഭമാണ്. അദ്ദേഹത്തിന് കൊണ്ടുവരപ്പെട്ടു. കൂടെ അദ്ദേഹത്തിൻ്റെ സിൽബത്തികളുണ്ട്, കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർമാരുണ്ട് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവരെ കൊണ്ടുവന്നിട്ട് എന്തിനാണ്? പരിഭാഷയ്ക്ക് വേണ്ടിയാണ്.
എന്തിനാണ്? ലോകം പഠിക്കാൻ വേണ്ടിയാണ്. എന്ത് പരിഭാഷ? ഖുർആൻ പരിഭാഷപ്പെടുത്തിയാൽ അത് മുസ്ലിം ലോകത്തിന് പഠിക്കാൻ, മനുഷ്യരാശിക്ക് പഠിക്കാൻ അനിവാര്യമാണ് എന്നത് പഠിപ്പിക്കാൻ ഒരു തെളിവ് കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന അറിവില്ലാത്തവർ ഇന്ന് മുസ്ലിങ്ങളുടെ സഫിലുണ്ട്, അണിയിലുണ്ട്. അവർക്ക് എതിരിൽ തെളിവാണ് ഈ ഹദീസ് എന്നതുകൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് പരിഭാഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതായ അവരെ നേർക്കുനേരെ മുഖ നിർത്തിച്ചു. എന്തുകൊണ്ട്? വല്ല കളവും പറയുകയാണെങ്കിൽ മുഖഭാവത്തിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് ചോദിച്ചു പല ചോദ്യങ്ങൾ. ആ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ച ഭാഗമാണ് എന്ത്? നിങ്ങളുടെ നാട്ടിൽ പുതിയതായി വന്ന മുഹമ്മദ് കൊണ്ടുവന്ന മതത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മതത്തോട് വെറുത്തുകൊണ്ട് പിന്നെ ആ മതത്തിൽ നിന്നിട്ട് ആരെങ്കിലും വ്യതിചലിച്ചു പോകാറുണ്ടോ അബൂ സുഫിയാനെ? പരിഭാഷപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഈ ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ എഴുത്ത് പരിഭാഷപ്പെടുത്തിയ ശേഷം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് എൻ്റെ അറിവിലില്ല എന്ന്. മനസ്സിലായില്ലേ? അത് എൻ്റെ അറിവിലില്ല എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയായ മുഹമ്മദ് വഞ്ചിക്കാറുണ്ടോ? പറഞ്ഞു അബൂ സുഫിയാൻ, വഞ്ചിക്കാറില്ല. എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കണമെന്ന് മൂപ്പർക്ക് ഉണ്ട്. കാരണം മൂപ്പർ അമുസ്ലിമാണല്ലോ. എന്തെങ്കിലും ഒന്ന് മുഹമ്മദിന് എതിരിൽ പറയണമെന്ന് മൂപ്പർക്ക് ഇങ്ങനെ ഇരിച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അന്തരീക്ഷം അനുവദിക്കുന്നില്ല. കാരണം നേർക്കുനേരെ മുഖാമുഖം ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ മറ്റാൾ എതിർത്താൽ പിന്നെ പ്രശ്നമല്ലോ. ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ, രാജാവാണ്, റോമൻ ചക്രവർത്തിയാണ്, കൊട്ടാരത്തിലാണ് സംഭവം. അതുകൊണ്ട് മൂപ്പര് പറയാണ്, എന്നെ കൊണ്ട് സാധിച്ചത് ഈ പദം മാത്രമാണ്. എന്ത്? ഞങ്ങളും മുഹമ്മദുമായിട്ട് ഇപ്പോഴും ഒരു എഗ്രിമെന്റിലാണ്. അത് എന്ത് കാട്ടും അദ്ദേഹം എന്ന് ഞങ്ങൾക്കറിയില്ല. വഞ്ചിക്കുമോ ഇല്ലേന്നറിയില്ല. എന്നല്ലാതെ വഞ്ചിച്ചെന്ന് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അത് മാത്രം കൂട്ടിച്ചേർത്തൊന്നാണ്, അതല്ലാതെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. എന്നാൽ അദ്ദേഹം ചക്രവർത്തി ഓരോ വാക്കുകൾ, ഇതുവരെ പറഞ്ഞതായ ഓരോ വാക്കുകൾ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞു, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇങ്ങനെ ചക്രവർത്തി പറയുകയാണ്. കാരണം ചക്രവർത്തി പണ്ഡിതനാണ്, ചക്രവർത്തി തൗറാത്ത് പരിചയമുള്ള മനുഷ്യനാണ്. തൗറാത്ത് പരിചയമുള്ളത് കൊണ്ട് തന്നെ ദീനിനെക്കുറിച്ച് മൂപ്പർക്ക് പരിചയമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു? വിശദീകരണം നൽകി. അക്കൂട്ടത്തിൽ പറയുകയുണ്ടായി, നിങ്ങളോട് ഞാൻ ചോദിച്ചില്ലേ? എന്താണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം? ഒരാള് ഇസ്ലാമിലേക്ക് മടങ്ങി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു ആരും പോയിട്ടില്ല. ഹക്കദൽ ഈമാൻ ഇദാ ദഖലത് ബശാശതുൽ ഖുലൂബ്. ഇതാണ് ഈമാനിന്റെ സ്വഭാവം. നോക്കൂ, ഹൈറക്കൽ ചക്രവർത്തിക്ക് തൗറാത്തിലൂടെ ഈമാൻ എന്താണെന്നറിയാം. ഈമാനിന്റെ സ്വഭാവം അതാണ്. സത്യവിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ കടന്നു കേറിക്കൂടിയാൽ, അത് സ്ഥലം പിടിച്ചാൽ പിന്നെ അത് പുറത്തു പോവില്ല എന്നാര് പറഞ്ഞു? ഹിറക്കൽ പറഞ്ഞു എന്നതാണ്. ഇതാണ് നാം പഠിക്കേണ്ടത്. യഖീൻ ഉറപ്പിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ പദത്തോടെ ചിതരാത്ത ചിത്തത്തോട് ലോകത്തോട് ഏകദൈവ വിശ്വാസം പരസ്യമായി പറയാൻ സഹായിക്കും. അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥനയില്ല, അള്ളാഹ്ക്കല്ലാതെ ആരാധനയില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ചയില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതമില്ല എന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തത്വം എന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന വാക്കിൻ്റെ തത്വം. അതുകൊണ്ട് തന്നെയാണ് മക്ക ഇമാം എന്ന് പറഞ്ഞതുപോലെ ഒരു മുസ്ലിമായി കഴിയുമ്പോൾ ലാ യുബാലി, അവൻ ദുനിയാവിനെക്കുറിച്ച്, ദുനിയാവ് പരലോകത്തിന് വേണ്ടി സമ്പാദിക്കുമെന്നല്ലാതെ ദുനിയാവിന് ഒരു വിലയും നൽകൂല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിവിടെ പറഞ്ഞു, ഏത്? ലൗ കാനത്ത് ദുനിയ ഇൻദല്ലാഹി തഅദിലു ജനാഹ ബഊദ് ലമാ സഖാ കാഫിറൻ ശർബത മാ. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുവിന്റെ ചിറകിന്റെ സ്ഥാനം ഈ ദുനിയാവിനുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു അമുസ്ലിമിന് അല്ലാഹ് വെള്ളം കൊടുക്കൂലായിരുന്നു. എന്തുകൊണ്ട്? ഇവിടെ തിന്നുന്നവർ തിന്നുന്നു, നിസ്കരിക്കാത്തവർ പുരോഗതി പ്രാപിക്കുന്നു, അല്ലെങ്കിൽ സത്യനിഷേധികൾ റോക്കറ്റ് പറപ്പിക്കുന്നു.
അള്ളാഹ് അതിനൊന്നും വില വെച്ചിട്ടില്ല. കാരണം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പാലമായിട്ട് മാത്രം നൽകിയതാണ്. യഥാർത്ഥ ജീവിതമല്ല ഇത്. ലഹിയൽ ഹയവാൻ, ഏത് പരലോകം, അതാണ് യഥാർത്ഥ ജീവിതം. ഇത് യഥാർത്ഥ ജീവിതമല്ല, ഇത് താൽക്കാലികം മാത്രമാണ്. ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്നു മുളച്ച തവരയാണ്. അതിൻ്റെ സ്ഥിതി നമ്മൾക്ക് അറിയാമല്ലോ. അതാണ് ദുനിയാവിൻ്റെ സ്ഥിതി. ഈ യഖീൻ ഉറപ്പിലേക്ക് മുസ്ലിം എത്തണം എന്നതാണ് മക്ക ഇമാം എന്നുണർത്തിയത്. ആ യഖീൻ ഉറപ്പിലേക്ക് ഒരു മുസ്ലിം എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരത്തിന് നല്ല പ്രാധാന്യം. എന്തിനേക്കാൾ? അവൻ്റെ വീട്ടിലുള്ളതായ ബിരിയാണി പാകം ചെയ്യുന്നതിനേക്കാൾ, ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ നാം പരിഗണന എന്തിനാണ് നൽകുക? യഖീനുള്ളതിനാണ്. ഇത് താൽക്കാലികമാണ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ മതി. ഇതോ അങ്ങനെയാവൂല. പിന്നെയോ നന്നായിരിക്കണം നമസ്കാരം, ഖുശൂഅോടുകൂടി ആയിരിക്കണം, ഭക്തിയോടുകൂടി ആയിരിക്കണം, ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം, അള്ളാഹ് സ്വീകരിക്കണം, അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിൽ ശർത്ത് ഫർദ് വെക്കണം എന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് യഖീൻ കയറുമ്പോൾ എത്തുമെന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഭാഗം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, വഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മതൻ ലിഖൗമി യൂഖിനൂൻ. ജനങ്ങൾക്ക് പഠിക്കാനുള്ള പാഠമാണ് നിങ്ങൾ ഈ കേട്ട കാര്യങ്ങളാകുന്ന ഈ യഖീൻ ഉറപ്പിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടു പോകുന്നതായ തൗഹീദിന്റെ ഭാഗങ്ങൾ. എന്തിനാണ്? ജനങ്ങൾ സന്മാർഗത്തിലേക്കെത്താൻ, സത്യത്തിലേക്കെത്താൻ, യഖീനിലേക്കെത്താൻ, വിശ്വാസത്തിലേക്കെത്താൻ എന്ന അള്ളാഹു പറഞ്ഞ ശൈലി അള്ളാഹു നബിമാർക്ക് പണ്ട് തന്നെ കൊടുത്തതായ ട്രെയിനിങ്ങിൽ കാണാം. എന്ത്? വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. മലകൂതുസ് സമാവാതി വൽ അർള് ഇബ്രാഹിമിന് നാം കാണിച്ചു കൊടുത്തു. ആകാശഭൂമിയിലുള്ള അത്ഭുതങ്ങൾ, അള്ളാഹുവിൽ വിശ്വാസം വരാൻ വേണ്ടി, യഖീൻ ഉറപ്പ് വരാൻ വേണ്ടി നമുക്കെന്താ വല്ല കുറവുണ്ടോ? മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറുന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. നമ്മോട് പറയാണ്, എത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമികളിലും നിങ്ങളുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നു, കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നത്തെ യുഗത്തിൽ നാം കാണും പോലെ നെറ്റിലൂടെ, മൊബൈലിലൂടെ, മാധ്യമങ്ങളിലൂടെ പണ്ടുള്ളവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അത്ഭുതങ്ങളും അല്ലേ? എത്ര പുരോഗതിയിൽ പ്രാപിച്ച നാട്ടുകാരാണ് ജപ്പാൻ. നിങ്ങൾക്കറിയാം, ആ ജപ്പാനികളുടെ ആ പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതായ പ്രളയം പിടിച്ചതായ ഓട്ടം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അല്ലേ? എപ്പോൾ? ഭൂമി കിലിങ്ങിയപ്പോൾ. ആ ഭൂമി കിലിങ്ങിയ ഇല്ലേ? അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഭൂമി കിലിങ്ങിയല്ലേ? മഹാകിലുക്കാണ് കിലിങ്ങിയത്, മനസ്സിലായില്ലേ? അവരുടെ നാട്ടിലുള്ള കെട്ടിടം തന്നെ മത്താത്തി കെട്ടിടങ്ങളാണ് അല്ലേ? മത്താത്തി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? റബ്ബർ. ഇത് എത്തമായൽ. എന്താണ് എത്തമായൽ എന്ന് പറഞ്ഞാൽ? മറ്റേ ഡാൻസ് ആടുന്നു, കെട്ടിടങ്ങൾ ഡാൻസ് ആടുന്നു. എപ്പോൾ? ഭൂകമ്പം ഉണ്ടാകുന്നതായ വേളയിൽ അതുവരെ ഉണ്ടാക്കി. എന്നിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല. എന്ന് മാത്രമല്ല, യഖീനിലേക്ക് എത്തിയോ? ഇല്ല. എന്തുകൊണ്ട്? വിശ്വസിക്കുന്നവർ അവരുടെ ഇടയിൽ 20% പേര് പോലും ഇല്ല, 10% വരെ ഇല്ല. എത്ര പുരോഗതി പ്രാപിച്ചവരാണ് അവർ! യഅലമൂന, അവർക്ക് വിവരമുണ്ട്. ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ, ഭൗതിക നേട്ടങ്ങളുടെ ഭൗതികമായ ആ ലംഘലുകൾ, ആ ഭൗതികമായ പുരോഗതികൾ ലാഹിർ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. ഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, പരലോകത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞ ആ ശൈലിയിലേക്ക് എത്താൻ കാരണം യഖീനിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നാം എന്ത് വേണം? ദൃഷ്ടാന്തങ്ങളിലൂടെ, തെളിവുകളിലൂടെ ഈമാൻ. പച്ചക്കള്ളം പറഞ്ഞിട്ടല്ല. ആരോ പറഞ്ഞു പോലെ എന്ത് മദീനത്തെ പള്ളിയിൽ ഒരാളുടെ മുഖത്ത് പ്രകാശമുണ്ട്, അത് നെറ്റിലും മൊബൈലിലൊക്കെ വന്നു എന്നാണ്. എന്തിനോടോ നമ്മൾക്ക് എൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് എൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു പ്രകാശമുണ്ട് എന്നോ ഇല്ല എന്നോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾക്ക് വരുടെ ഈമാന് വല്ല കോട്ടമുണ്ടോ? അല്ലെങ്കിൽ ഈമാൻ വർദ്ധിച്ചോ? ഇല്ല. പിന്നെ ഈ പ്രകാശം ഉണ്ട് എന്നത് ശരി. അങ്ങനെ ഒരു മനുഷ്യൻ്റെ മുഖത്തിൽ പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശം ഒന്നിരിക്കലോ വെള്ളപ്പാണ്ട് പിടിച്ച പ്രകാശം, അല്ലെങ്കിൽ അത്ഭുത പ്രകാശം. വെള്ളപ്പാണ്ട് പിടിച്ച പ്രകാശമാണെങ്കിൽ ആ പ്രകാശം ക്യാമറ പിടിക്കും. അത്ഭുത പ്രകാശമാണെങ്കിലോ അത് ക്യാമറ പിടിക്കൂല, ക്യാമറക്ക് പിടിക്കാൻ പറ്റൂല. അത് മനസ്സിലായില്ലേ? അത് അള്ളാഹിന്റെ നൂറാണ്. അള്ളാഹിന്റെ നൂറ് ഒരു 40 ഒരാളിൽ പരിപൂർണ ഈമാനുള്ള ആൾ ഉണ്ടാകുമെന്ന തെളിവ് ബുഖാരിയിൽ കാണാം. ഒരു മനുഷ്യന് മുഅ്മിന് 40 ഒരാൾ നിസ്കരിച്ചാൽ, 40 മുസ്ലിം നിസ്കരിച്ചാൽ അയാൾ എന്തായി? അയാൾക്ക്
പൊറുക്കപ്പെടുന്നു. ആർക്ക്? ആ മയ്യത്തിന് പൊറുക്കപ്പെടുന്നു. കാരണം 40 ആളിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മൂമിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, സത്യവിശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 40 ആളിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 40 മൂമിൻ സത്യവിശ്വാസിയാണ്, മനസ്സിലായില്ലേ? സാധാരണക്കാരല്ല. അത് അങ്ങനെ തന്നെ വേറെ വിശദീകരിച്ചിട്ടുണ്ട് ഹദീസിൽ, ഈ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഹദീസിൽ. നല്ല സത്യവിശ്വാസിയാകുന്ന അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള 40 ആൾ ഒരു മയ്യത്ത് നിസ്കരിച്ചാൽ ആ മയ്യത്തിൻ്റെ ദോഷം പുറത്തു കിട്ടും. അതുകൊണ്ട് എത്ര കണ്ട് മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ അത്ര നല്ലതാണ്. പക്ഷെ അതിനുവേണ്ടി അനൗൺസ് ചെയ്യേണ്ടതില്ല, അതിനുവേണ്ടി ഇത് പാടിപ്പറഞ്ഞ് സ്പീക്കർ കെട്ടി നടക്കേണ്ടതില്ല. എത്ര കണ്ട് അറിഞ്ഞു അത്ര നല്ലത് എന്നർത്ഥം, മനസ്സിലായില്ലേ? അതായത് മറ്റേ രണ്ടാമത്തെ ഇനം ബിദ്അത്താണ് എന്ന അർത്ഥത്തിലേക്ക്. ഏത് രണ്ടാമത്തെ ഇനം? കെട്ടിപ്പാടി പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന പരിപാടി, മനസ്സിലായില്ലേ? നമ്മുടെ വിഷയമല്ല. വിഷയം ഇങ്ങനെയാകുമ്പോൾ മസ്ജിദുൻ നബവി ഒരു സമയത്ത് ഒരേ ടൈമിൽ ഹജ്ജ് സീസണിൽ മില്യനുകൾ നമസ്കരിക്കുന്നു, അല്ലേ? ഇപ്പം അല്ലാത്ത സമയത്ത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ ഇല്ലാതിരിക്കുമോ? ഇല്ലാതിരിക്കൂല. പരിപൂർണ മുസ്ലിങ്ങൾ എത്രയോ പേരുണ്ടാവാം. അവരൊക്കെ പ്രകാശത്തിൽ മുഴുകുന്നവരാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്യാമറയിൽ പ്രകാശം കണ്ടുകൊണ്ടേ ഇരിക്കേണ്ടതല്ലേ? അങ്ങനെ ആവുമ്പോൾ അള്ളാഹിന്റെ പ്രകാശം, ഈ ഈമാനാകുന്ന പ്രകാശം, അത് ക്യാമറയിൽ കയറുന്ന പ്രകാശം അല്ല. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് സംസാരിച്ച അള്ളാഹ് പരലോകത്തിൽ അശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ, റബ്ബിന്റെ പ്രകാശം അവിടെ ആ പരലോക അന്തരീക്ഷത്തിൽ, ആ സകലം സൂര്യനില്ലാത്ത നാട്ടിൽ അവിടെ എന്തായിരിക്കും? റബ്ബിന്റെ പ്രകാശം പ്രകാശിക്കും. സ്വർഗലോകത്തിലുള്ള പ്രകാശം റബ്ബിന്റെ പ്രകാശമാണെന്നാണ്. ആ റബ്ബിന്റെ പ്രകാശം കയറിയതായ ഹൃദയത്തിന്റെ ഉടമയിലുള്ളതായ ആത്മീയ പുരോഗതിയാകുന്ന പ്രകാശം അത് ക്യാമറ പിടിക്കുന്ന സാധനമല്ല. അതുകൊണ്ട് വെറുതെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈമാനിന് മുതൽക്കൂട്ടല്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യവുമില്ല ഈമാൻ വർദ്ധിക്കാൻ എന്നത് നാം മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. സഹോദര സഹോദരിമാരെ, 7 മിനിറ്റ് ഉണ്ട്. റിയാദ് ഇമാം സംസാരിച്ചത് ഹയ ആണെന്ന് പറഞ്ഞ്, ഹയ വളരെ മുഖ്യമാണെന്ന് പറഞ്ഞ്, ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും നമ്മുടെ ഔറത്ത് പ്രകടമാവാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ മുമ്പിൽ അവൻ ആണാണെങ്കിലും ആണിൻ്റെ എല്ലാം പുറത്താക്കി നടക്കേണ്ടതല്ല, പെണ്ണാണെങ്കിലും പെണ്ണിൻ്റെ എല്ലാം പുറത്താക്കി നടക്കേണ്ടതല്ല. മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം. അതാണ് നല്ല സ്വഭാവം, അതാണ് നല്ല മോമിൻ്റെ സത്യവിശ്വാസിയുടെ സ്വഭാവം. അങ്ങനെയുള്ള ഹയ എന്ന വിഷയം എല്ലായിടങ്ങളിലും വ്യാപകമാണ്. ഹയ വേണ്ടടുത്ത് വേണം, ഹയ വേണ്ടാത്ത സ്ഥലത്ത് പാടുള്ളതല്ല. വേണ്ടാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതൊരു മൗലിയോട് ചോദിക്കേണ്ടതുണ്ട്. എന്ത്? ദീനിൻ്റെ കാര്യം എന്താണ്? ഞാൻ മൂത്രിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദ്രാവകം ഇറങ്ങി വരുന്നു, അതിനെന്ത് വേണം മൗലവി? ചോദിക്കാൻ അവിടെ ഹയ ഒന്നുമില്ല. അല്ലെങ്കിൽ മതി എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങി വരുന്നു, അത് ഭാര്യയുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന് മുമ്പുള്ളതായ മുഖവരിയിലാണ്, അതിനെന്ത് വേണം? ചോദിക്കുന്നേ. അതിവിടെ ഹയ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ദീനിൻ്റെ കാര്യം പഠിക്കുന്നതിൽ ഹയ പാടുള്ളതല്ല. അത് പച്ചയിൽ ചോദിക്കണം. എന്തുകൊണ്ട്? ദീൻ്റെ കാര്യമാണ്. അത് പഠിച്ചാലേ തീരൂ. അത് പഠിച്ചാലേ നമുക്ക് നിസ്കാരം സഹിയാവുകയുള്ളൂ, അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതേ സമയത്ത് ഹയാ ഉണ്ടാവേണ്ട സ്ഥലമുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നു, അബൂബക്കർ വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുട്ടിന്റെ ഭാഗം വരെ മറിഞ്ഞിരിക്കുകയാണ്, മുട്ട് മുതൽ താഴെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ മഹാനായ ദൂതർ ഉസ്മാൻ വന്നപ്പോൾ ഉസ്മാനിനെ കാണുമ്പോൾ മലക്കുകൾ വരെ ലജ്ജിക്കുന്നു എന്ന ഒരു മഹാ സ്റ്റാൻഡേർഡ് ഉസ്മാനുണ്ട്. ആ മഹാനായ ഉസ്മാനെ കണ്ടപ്പോൾ ഒന്ന് നന്നാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയുണ്ടായി എന്ന് ബുഖാരിയിൽ കാണാം. അത് ഹയാന്റെ മറ്റൊരു ഭാഗമാണ്. അങ്ങനെ ഹയാ നമുക്കുണ്ടാവണം. ഫഖിദ് ഹൗറത്താണ് റസൂലുള്ളാഹി പറയുന്നു, അഥവാ തൊട ഹൗറത്താണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. അതുകൊണ്ട് തൊടയെ മറക്കുക എന്നത് പുരുഷന്മാർ ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ അവിടെ മുതൽ നിങ്ങൾക്ക് ഹയാ എന്ന വാക്കിന് എത്ര പ്രാധാന്യം നൽകണമെന്ന് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇന്ന് മക്ക ഇമാം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പലതും മക്ക ഇമാം പറഞ്ഞതുണ്ട്, അല്ലാത്തതുമുണ്ട് അതേ വിഷയത്തോട് ബാധിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ വന്നത് നിങ്ങളോട് പറഞ്ഞത് അതിൽപ്പെട്ടതാണ്. ഏത്? ഒരു മനുഷ്യൻ രാവിലെയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ റസൂൽ കൽപ്പിച്ചു, വൈകുന്നേരമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ റസൂൽ കൽപ്പിച്ചു. ആ പ്രാർത്ഥനയുടെ പേര് തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. മനപ്പാടാക്കി വെച്ചോളി. ഇവിടുത്തെ
ഒരു റിയാലിന് കിട്ടുന്ന പുസ്തകത്തിൽ വരെ അതുണ്ട്. അത് മനപ്പാടമാക്കണം. കാരണം റസൂൽ പറയുന്നു, ആരെങ്കിലും യഖീനുറപ്പോടെ, ഇതാണ് നമ്മുടെ വിഷയം, യഖീനുറപ്പോടെ ഈ പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിച്ച് അന്നേത്തെ രാവിലെ അദ്ദേഹം മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആരെങ്കിലും വൈകുന്നേരം യഖീനുറപ്പോടെ ഈ പ്രാർത്ഥന വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ അന്ന് മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളന്നില്ല. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിലാണെന്ന് പറയുന്ന ഹദീസിനേക്കാളും കട്ടി കൂടിയ ബുഖാരിയിലുള്ള ഹദീസാണ് നിങ്ങൾ ഈ കേട്ട ഹദീസ്. മനസ്സിലായില്ലേ? അപ്പോൾ യഖീനുറപ്പ് എന്നത് നാം ചെല്ലുന്ന ദിക്റുകൾ ചെല്ലുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നതാണ് ഈ വാക്കിലൂടെ നിങ്ങൾ പഠിച്ചത്. അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. റസൂൽ പറയുന്നു, അൽ ഖുലൂബ് ഔഇയ വബഅദുഹാ ഔഅ മിൻ ബഅദ്. ഹൃദയങ്ങൾ പാത്രങ്ങളാണ്. ഒരുത്തൻ്റെ ഹൃദയം മറ്റൊരുത്തൻ്റെ ഹൃദയം പോലെയല്ല. ചില ആൾക്കാരുടെ ഹൃദയം പലതും ഉൾക്കൊള്ളും, ചില ആൾക്കാരുടെ ഹൃദയം അല്പം ഉൾക്കൊള്ളുള്ളൂ. എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ട് ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുമ്പോൾ കെട്ടുറപ്പോടെ ഈഖാനോടെ ചോദിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഫൈദാ സഅൽതുമുല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾ വല്ലതും ചോദിച്ചാൽ ഉറപ്പായിട്ട് ഇതിൻ്റെ മറുപടി അല്ലാഹ് നൽകുമെന്ന വിശ്വാസത്തിൽ ചോദിക്കുക. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ യസ്തജീബു ലിഅബ്ദിൻ ലാ യസ്തജീബു ലിഅബ്ദിൻ ദഅാഹു ബിഖൽബിൻ ഗാഫിൽ. അശ്രദ്ധയോടുകൂടിയുള്ളതായ പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ നാട്ടു നടപ്പായിട്ട് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. ഈ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണാം. ഒന്നും മൂപ്പർക്ക് അറിയില്ല. എന്നിട്ടും പ്രാർത്ഥിക്കുന്ന മൂപ്പർക്ക് അറിയാത്ത ഭാഷയിലാണ്. എന്തെങ്കിലും ചോദിച്ചൂടെ? അള്ളാഹിനോട് അറിയുന്ന ഭാഷയിൽ അതും ചോദിക്കൂല. അറിയാത്ത ഭാഷയിൽ പണ്ടപ്പോഴോ മുസ്ലിയാർ പള്ളിയിൽ നിന്നിട്ട് ചെല്ലിയ പ്രാർത്ഥന മനപ്പാടുണ്ട്. അതിങ്ങനെ ഓതാണ്. മൂപ്പർക്കറിയില്ല എന്താ മൊയിലാർ പറഞ്ഞത്. മൊയിലാർ മൂപ്പരുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു കാണും. നിങ്ങളത് തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നിങ്ങളെ ഭാര്യയെക്കുറിച്ച് പറയാന്നല്ലാതെ. ഉദാഹരണത്തിന് ശരിക്കാൻ വേണ്ടി പറയല്ല, ശ്രദ്ധിക്കണം. അള്ളാഹിനോട് പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് ഓർത്ത് പറയണം എന്നാണ് റസൂൽ പറയുന്നത്. അത് ഉൾക്കൊണ്ട് പറയണം എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹും വറൈഹാനും വജന്നത്തുൻ നഈം വഅമ്മാ ഇൻ കാന മിന അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിന അസ്ഹാബിൽ യമീൻ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ടിനം അല്ലാഹ് പറഞ്ഞു. ആ രണ്ടിനത്തെ കൊണ്ട് ഈ സൂറത്ത് ആരംഭിക്കുകയും ചെയ്തു. ഏത് സൂറത്താണത്? സൂറത്തുൽ വാഖിഅ. എന്നിട്ട് അവസാനം സമാപിക്കാണ് സൂറത്തിൽ ഫഅമ്മാ ഇൻ കാന മിന അസ്ഹാബിൽ യമീൻ, വലത് കൈയുടെ ഉടമകൾ. പിന്നെ വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ആദ്യമായിട്ട് അല്ലാഹുവിലേക്ക് അടുത്തവർ. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു പറയുന്ന ആരെ? നരകവാസികൾ, കള്ളം പറയുന്നവരെ, വിശ്വസിക്കാത്തവർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയതായ ആ തോന്നിവാസികൾ. അങ്ങനെയുള്ള തോന്നിവാസികളെ കുറിച്ച് പറഞ്ഞ ശേഷം ഈ മൂന്ന് വിഭാഗം അങ്ങനെ വേർതിരിക്കപ്പെടും. ഒരു വിഭാഗം നരകത്തിൽ, മറ്റു രണ്ട് വിഭാഗം സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ശേഷം ഇത് ഹഖ്ഖുൽ യഖീനാണ്, ഉറപ്പായി സംഭവിക്കാൻ പോകുന്നതാണ് എന്ന യഖീൻ എന്ന പദം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത്, ആ സൂറത്ത് സമാപിച്ചത്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിന് സ്തോത്രം ചെയ്യുക എന്ന പദം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയപ്പോൾ പറഞ്ഞതാണ്, ഇത് നിങ്ങളുടെ സുജൂദ് റുകൂഇലാക്കി മാറ്റുക. ഇത് സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അളീം എന്നത് നിങ്ങൾ സുജൂദ് റുകൂഇലാക്കി മാറ്റുക. ഏതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പഠിപ്പിച്ചു നമ്മളോട്? ഇത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിലാക്കുക എന്ന് പഠിപ്പിച്ചതുപോലെ ഇത് ഈ കാര്യങ്ങൾ ഇത്രം ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കി നാം ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഐക്യത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കാൻ, തുടങ്ങേണ്ടടുത്ത് തുടങ്ങി എത്തേണ്ടടുത്ത് എത്താൻ പരിശ്രമിക്കാൻ, ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള മഹാ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഐക്യത്തിൽ, തൗഹീദിലൂടെയുള്ള ഐക്യത്തിൽ, ഏകദൈവ വിശ്വാസത്തിലൂടെയുള്ള ഐക്യത്തിൽ മുസ്ലിങ്ങൾ എത്തണം എന്നതായ ആ മഹാതത്വത്തിലേക്ക് ചെല്ലാൻ മുസ്ലിം ലോക രാഷ്ട്രങ്ങൾക്ക്, നേതാക്കൾക്ക് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. നാം മരിക്കുമ്പോൾ നമുക്കും അല്ലാഹ് മാഫി തരട്ടെ. നമ്മളിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹ് സുഖപ്പെടുത്തട്ടെ. അവരിൽ നിന്നിട്ട് ഹോസ്പിറ്റലിലും അതുപോലെ വീട്ടിലുമെല്ലാം രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് ദീർഘായുസ്സും ആരോഗ്യം അല്ലാഹ് നൽകട്ടെ. അവരിൽ നിന്നിട്ടും നമ്മിൽ നിന്നിട്ടും അല്ലാഹ് മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരിപൂർണ്ണ ഈമാനോടുകൂടി ഹുസ്നുൽ ഖാത്തിമയോടുകൂടി അല്ലാഹ് മരിപ്പിക്കട്ടെ. നമ്മിൽ നിന്നിട്ട് എണ്ണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ എണ്ണകൾ അല്ലാഹ് നൽകട്ടെ. നമ്മുടെ സന്താനങ്ങളെയും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹ് നൽകുമാറാകട്ടെ.
നാട്ടിനെ മദീന ഇമാം, മക്ക ഇമാം, മദീന ഇമാം പ്രത്യേകിച്ച് ഉണർത്തിയതുപോലെ ഈ നാട്ടിൽ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ വിജയപതാകെ പറപ്പിച്ചുകൊണ്ട് തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് കുതിക്കാനുള്ളതായ തൗഫീഖ് ഇവിടുത്തെ നേതൃത്വങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. അതിന് കൂട്ടുനിൽക്കാൻ ലോക മുസ്ലിങ്ങൾക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد ديننا وأراد إسلامنا وأراد دعوتنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمرهم يا قهار. اللهم أهلكهم يا جبار. اللهم فل حدهم وأقل عددهم. اللهم لا تبلغهم الآمال. انصر من نصر الدين واخذل من خذل الدين. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.